സ്ഥലപരിമിതിയുള്ള ആൾക്കാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇന്ന് നമുക്ക് ഒരു ടിഷ്യൂ കൾച്ചർ വാഴ എങ്ങനെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാമെന്ന് നോക്കാം. കുമ്മായമിട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച ഇട്ടിരിക്കുന്ന മണ്ണിലേക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവയിട്ട് നന്നായി ഇളക്കുക. ചാണകപ്പൊടിക്ക് പകരം നല്ല പൊടിഞ്ഞ ആട്ടിൻപുഴുക്കയും ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല നീർവാഴ്ച കിട്ടുന്നതിന് വേരോട്ടത്തിനും ഇത് ഫലപ്രദമാണ്. ഇതിനായി സൈസ് 7 വരുന്ന ഗ്രോ ബാഗാണ് ഞങ്ങൾ വാങ്ങിയത്. 90 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്രോ ബാഗാണിത്. ഇല പൊഴിയുന്ന സമയം തന്നെ ഞങ്ങൾ കരിയിലേക്ക് വാരിക്കൂട്ടി വെക്കും. കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഗ്രോ ബാഗിലേക്ക് നല്ല രീതിയിൽ കരിയില ഇട്ട് കൊടുക്കുക. ഗ്രോ ബാഗിൻ്റെ മുക്കാലിടത്തോളം കരിയില ഇട്ടു. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും കിട്ടാറുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ല. പിന്നീട് അതിലേക്ക് എല്ലുപൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി വാഴത്തൈ നടാം. വേര് പൊട്ടാതെ പതിയെ തൈ ഗ്രോ ബാഗിലേക്ക് മാറ്റുക. തൈ ഗ്രോ ബാഗിൽ ഉറപ്പിച്ചിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് നന്നായി ഉറപ്പിക്കാം. പിന്നീട് നല്ലതുപോലെ വെള്ളം തളിച്ചു കൊടുക്കുക. ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് വളരെയധികം വെള്ളം ആവശ്യമാണ്. വൈകുന്നേരങ്ങളിൽ ചെടി നടുന്നതാണ് ഏറ്റവും ഉത്തമം. കുറച്ച് ദിവസത്തേക്ക് അധികം വെയിലേൽക്കാതെ നോക്കുക.